നമ്മൾ സ്മാർട്ട് ഷോപ്പ് വഴി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ബില്ലുകൾ നമുക്ക് ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ റോയൽ തായിൽ പോയി ഫുഡ് കഴിച്ച് ബില്ല് കിട്ടി. അതെങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ റെഡീം ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ ഷോപ്പ് ഡീറ്റെയിൽസിൽ പോയിട്ട് നമുക്ക് CPID നമുക്ക് എടുക്കണം. CPID നമ്മൾ കോപ്പി ചെയ്യണം ആദ്യം. നമ്മൾ ഏത് ഷോപ്പിൽ നിന്നാണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, CPID കോപ്പി ചെയ്യുക. CPID കോപ്പി ചെയ്തിട്ട് നമ്മൾ ചാനൽ പാർട്ണറിൽ വരണം. ആഡ് ബില്ല് എടുക്കുക. CPID നമുക്കിവിടെ പേസ്റ്റ് ചെയ്യണം. ബിൽ ഡേറ്റ് കൊടുക്കുക. ബിൽ ഡേറ്റ് ഇന്നലത്തെ ഡേറ്റ് ആയിരുന്നു 30/9. ബിൽ നമ്പർ കൊടുക്കുക. കറക്റ്റായിട്ട് നമുക്കത് കൊടുക്കണം. അതിനുശേഷം ബില്ല് എമൗണ്ട് കൊടുക്കണം. ബില്ല് എമൗണ്ട് കൊടുത്ത് ആഡ് ബില്ല് കൊടുക്കുന്നു. ഓക്കെ അടിക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ കൺഫേം ബില്ല് കൊടുക്കണം. ഏറ്റവും ലാസ്റ്റായിട്ട് ഈ ബില്ല് വിവരമൊക്കെ കറക്റ്റാണ് മനസ്സിലാക്കിയ ശേഷം കൺഫേം ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അടിക്കുക. ഈ സമയത്ത് ഷോപ്പിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് നമ്മുടെ ബില്ല് വിവരങ്ങൾ പോയിട്ടുണ്ട്. അവരത് അവിടെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവരത് കൺഫേം ചെയ്ത സമയത്ത് നമുക്ക് റിവാർഡിൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ റിവാർഡിൽ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ പെൻഡിങ് ആണ് കാണിക്കുന്നത്, പ്രോസസ്സിങ് ആണ് കാണിക്കുന്നത്. ഇതിപ്പോൾ അവിടെ അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു വയലറ്റ് കളറിൽ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നിശ്ചിത എമൗണ്ട് നമുക്ക് അവിടെ റെഡീമായിട്ട് വരും. അതായത് നമുക്കിപ്പോൾ 99,236.40 കിടക്കുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ ഈ ബില്ലിൻ്റെ നിശ്ചിത എമൗണ്ട് നമുക്കതിൽ നിന്ന് റെഡീമായിട്ട് നമ്മുടെ വാലറ്റിലേക്ക്, അതായത് ക്യാഷ് വാലറ്റിലേക്ക് വന്ന് കിടക്കും. ഇപ്പം നിലവിൽ 724.42 അതിൻ്റെ കൂടെ ഏകദേശം നമുക്ക് ഒരു 25 രൂപയോളം നമുക്ക് ഇതിലേക്ക് ആഡായിട്ട് വരും. നമ്മളിപ്പോൾ 600 രൂപയാണ്. 600 രൂപയുടെ 10% എന്ന് പറയുന്നത് 60 രൂപ. 600 രൂപയുടെ 10% 60 രൂപ കമ്പനിയിലേക്ക് പോകുന്നു. അതിൻ്റെ 40% നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ